Good morning all. നമ്മൾ ഇന്ന് എക്കണോമിക്സിലെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൽ നമുക്ക് മെയിൻ ആയിട്ട് അറിയാം മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡിവിഷനാണ് നമുക്ക് എക്കണോമിക്സിലുള്ളത്. രണ്ട് ഇതായിട്ടാണ് നമ്മുടെ എക്കണോമിക്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് പ്രകാരം ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് ഡീൽ ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് സെൻട്രൽ ഐഡിയ അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് കീ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന രണ്ട് മെയിൻ ടോപ്പിക്സ് ആണ്. ഒരു ഇക്കോണമിനെ സംബന്ധിച്ച് ആ ഇക്കോണമി ഫേസ് ചെയ്യുന്ന സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതും, പിന്നെ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് ഒരു PPF അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ ഫ്രോണ്ടിയർ എന്ന് പറയുന്ന കർവ് എന്താണെന്നുള്ളതുമാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കൂടുതലായിട്ട് പുതിയതായിട്ട് അറിയാവുന്ന, പുതിയതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ മൈക്രോ മാക്രോ എക്കണോമിക്സിന്റെ ഡിഫറൻസ് എന്താണെന്നും, അതേപോലെ തന്നെ നോർമേറ്റീവ് ആൻഡ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ രണ്ട് എക്കണോമിക്സിന്റെ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആ എക്കണോമിക്സുകൾ എന്താണ്, അത് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പ്യുവർലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഓരോ ഇക്കോണമിനെ സംബന്ധിച്ച് ആ ഇക്കോണമീസ് ഫേസ് ചെയ്യുന്ന സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്നത്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദി ഇക്കോണമി. ഇത് ഈ ഒരു ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുപോലെ വാട്ട് ആർ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി, ഇതാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്കണോമിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക്സ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ആരെ കൊണ്ടുവന്നത്? ഫസ്റ്റ് നമ്മുടെ ആഡം സ്മിത്ത്, ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ആഡം സ്മിത്ത് ആണ് എക്കണോമിക്സിനെ പറ്റിയുള്ള ഫസ്റ്റ് ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ആഡം സ്മിത്ത് എന്താ പറഞ്ഞത്? ആഡം സ്മിത്ത് എന്താ പറഞ്ഞ ഡെഫിനിഷൻ എക്കണോമിക്സിനെ പറ്റി? ആഡം സ്മിത്ത് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, വെൽത്ത് കളക്ഷൻ അല്ലെങ്കിൽ വെൽത്ത് അക്യുമുലേഷൻ ആണെന്നുള്ളതാണ് ആഡം സ്മിത്ത് പോയിന്റ് ഔട്ട് ചെയ്യണത്. അപ്പൊ ആഡം സ്മിത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എക്കണോമിക്സ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുക, മാക്സിമം വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ആഡം സ്മിത്ത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബുക്ക് തന്നെ, അതായത് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ, അതാണ് അദ്ദേഹത്തിന്റെ ബുക്ക്. അപ്പൊ ആ ഒരു ബുക്കിന്റെ ടൈറ്റിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആയിട്ട് മാറിയേക്കണം, വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ആൻഡ് അതിനുശേഷം, അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു തിയറി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓൾട്ടർനേറ്റീവ്ലി അല്ലെങ്കിൽ അതിനെ എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് അല്ലെ. അപ്പോൾ ആഡം സ്മിത്ത് ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാലും ആ ആഡം സ്മിത്തിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, ആ ഡെഫിനിഷന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആൽഫ്രഡ് മാർഷൽ വന്നത്. അപ്പൊ ആൽഫ്രഡ് മാർഷൽ ഒരു പുതിയ ഡെഫിനിഷൻ കൊടുത്തു. ആഡം സ്മിത്തിന്റെ ഡെഫിനിഷനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് അദ്ദേഹം ഒരു പുതിയ ഡെഫിനിഷൻ കൊടുത്തു. അതാണ് നമ്മുടെ വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ വെൽത്ത് ഡെഫിനിഷന്റെ കൂടെ തന്നെ അതിനെ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ആൽഫ്രഡ് മാർഷൽ കൊടുത്ത വെൽഫെയർ ഡെഫിനിഷൻ. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്, അദ്ദേഹം അതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്നത് എന്താണ്, വെൽത്തിന്റെ കൂടെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് വെൽഫെയർ. ഒരു ഹ്യൂമൻ മാൻകൈൻഡിന്റെ വെൽഫെയറും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ജസ്റ്റ് നമ്മൾ വെൽത്ത് മാത്രം അക്യുമുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ആ വെൽത്തിന്റെ കൂടെ തന്നെ എന്താണ്, ഹ്യൂമൻ വെൽഫെയറും കൺസിഡർ ചെയ്യണം. അതാണ് വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിനുശേഷം വന്നതാണ് നമ്മുടെ ലാനൽ റോബിൻസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ ആണ് കുറച്ചും കൂടി ക്ലാരിറ്റി, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക റിയൽ വേൾഡ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡെഫിനിഷൻ നമ്മുടെ ലാനൽ റോബിൻസിന്റെ ആണ്. അപ്പൊ അദ്ദേഹം അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ലാനൽ റോബിൻസൺ പറഞ്ഞത് എന്താണ്, എക്കണോമിക്സ് ഇസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ends and scarce means which have alternative uses. ഇതാണ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ റീസെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമി നമ്മുടെ ഇപ്പോഴത്തെ ഇക്കോണമി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ ആണ് ലാനൽ റോബിൻസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ നെയിം ചെയ്യണതാണ് സ്കാർസിറ്റി ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട്, സ്കാർസിറ്റി ഡെഫിനിഷൻ. അപ്പൊ അദ്ദേഹം ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഇറ്റ് ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ends and scarce means. ഇവിടെ സ്കേഴ്സ് മീൻസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് സ്കേഴ്സ് ആണ്. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റഡ് ആണ്, നമുക്ക് ലാവിഷ് ആയിട്ട് റിസോഴ്സസ് ഇല്ല അല്ലെ. നമുക്കിപ്പോ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഒരു 1000 റുപ്പീസ് തരുവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ 1000 റുപ്പീസ് കയ്യിൽ തരുവാണെങ്കിൽ ആ 1000 റുപ്പീസിന് എന്താ പറയാ കുറേ യൂസസ് ഉണ്ടാവും. അല്ലെങ്കിൽ 1000 റുപ്പീസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് റിസോഴ്സസ് ആണ്, നിങ്ങൾക്ക് കുറേ ആവശ്യങ്ങൾ ഉണ്ടാവാം. മേ ബി നിങ്ങൾക്ക് ഒരു
എന്താ പറയാ ബെറ്റർ ഡ്രസ്സ് വാങ്ങുന്നതാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് വാങ്ങുന്നതാവാം. അങ്ങനെ നിങ്ങൾക്ക് ന്യൂമറസ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടാവും. ബട്ട് നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് 1000 rupees ആണ്. അപ്പൊ ആ 1000 rupees എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അപ്പൊ ആ ലിമിറ്റഡ് റിസോഴ്സസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നീഡ് നിങ്ങൾ ചൂസ് ചെയ്യണം, അല്ലെ? നിങ്ങൾ ആ ഒരു 1000 rupees എങ്ങനെ ബെസ്റ്റ് യൂട്ടിലൈസ് ചെയ്യാം, അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ മീൻസ് എന്ന് പറയുന്നത് ഇവിടെ റിസോഴ്സസിനെയാണ് മീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീൻസ് റിസോഴ്സസ്. ആൻഡ് എൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാൺസിനെയാണ് ഉദ്ദേശിക്കുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാൺസ് അല്ലെങ്കിൽ ആൾക്കാരുടെ നീഡ്സ്. ഇപ്പൊ നീഡ്സും അതേപോലെ തന്നെ നീഡ്സിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള റിസോഴ്സസും സ്കെയർസ് ആണ്. ആൻഡ് ഈ റിസോഴ്സസിന് എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ 1000 rupees ആണെങ്കിൽ ആ 1000 rupees നിങ്ങൾക്ക് ഫോൺ റീചാർജ് ചെയ്യാം, ഫുഡ് വാങ്ങാം, ഡ്രസ്സ് വാങ്ങാം, വേറെ സാൻഡിൽസ് വാങ്ങാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, സേവ് ചെയ്യാം. അങ്ങനെ പല ഓൾട്ടർനേറ്റീവ് യൂസസ് ആണ് ആ ലിമിറ്റഡ് ആയിട്ടുള്ള 1000 rupees ആൻഡ് നിങ്ങളുടെ വാൺസ് ആണെങ്കിലോ അതും എന്താ പറയാ അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് പല വാൺസ് ഉണ്ട്, നീഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം ബെസ്റ്റ് നീഡ് അല്ലെങ്കിൽ ബെസ്റ്റ് എന്താ പറയാ യൂസ് നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പൊ അതാണ് ലാനൽ റോബിൻസ് പോയിന്റ് ഔട്ട് ചെയ്യണത്. ഹ്യൂമൻ ബിഹേവിയർ studies human behavior as a relationship between ends and scarce means which have alternative uses. അപ്പൊ ഇവിടെ റോബിൻസൺ പോയിന്റ് ഔട്ട് ചെയ്യണത് എന്താണ്? എങ്ങനെയാണ് എക്കണോമിക്സിൽ എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസും ഡിസിഷൻസ് എടുക്കണത്. ഒരു ലിമിറ്റഡ് റിസോഴ്സസ് അവരുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ആ ലിമിറ്റഡ് റിസോഴ്സസിനെ എങ്ങനെ ബെറ്റർ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ എങ്ങനെയാണ് അവർ എടുക്കുന്നത്. അതാണ് ഇവിടെ എക്കണോമിക്സിൽ ലാനൽ റോബിൻസ് പോയിന്റ് ഔട്ട് ചെയ്യണത്. ആൻഡ് ഡിസിഷൻ എന്ന് പറയുമ്പോഴേക്കും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആ 1000 rupees അല്ല, ബേസിക്കലി ഇക്കണോമിനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ്. സച്ച് ആസ് പ്രൊഡക്ഷൻ, കൺസംഷൻ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻ ആണ് ഇവിടെ ഒരു ഇക്കോണമിനെ സംബന്ധിച്ച് എടുക്കേണ്ടത്. മറ്റേ ഞാൻ ഒരു ഇൻഡിവിജ്വൽ കേസാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു 1000 rupees തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ കേസാണ്. ബട്ട് ഇക്കോണമി ആസ് എ ഹോൾ എന്ന് പറയുമ്പോഴേക്കും ഇക്കോണമിനെ സംബന്ധിച്ച് ഡിസിഷൻ എടുക്കേണ്ടത് എന്തിന്റെ കേസിലാണ്? എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത്, എങ്ങനെയാണ് കൺസംഷൻ കഴിയേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പ്രൊഡ്യൂസ്ഡ് ഐറ്റം ഡിസ്ട്രിബ്യൂട്ടഡ് ആവേണ്ടത്, അല്ലെങ്കിൽ റിഗാർഡിംഗ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇതിനെ പറ്റിയുള്ള ഡിസിഷൻസ് ആണ് ഇക്കോണമിനെ സംബന്ധിച്ച് എടുക്കേണ്ടത്. ആൻഡ് ഹൗവർ ഈ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ബിക്കോസ് നമുക്ക് ഓൾട്ടർനേറ്റീവ് യൂസസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ആണ് നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളത് എടുക്കണം. അപ്പൊ ഈ ഒരു പ്രോബ്ലം ആണ് ഇക്കോണമി ഫേസ് ചെയ്യുന്നത്. ഏതൊരു ഇക്കോണമി എടുത്താലും ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഇക്കണോമിക് പ്രോബ്ലം എല്ലാ ഇക്കോണമിയും ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് അൺലിമിറ്റഡ് വാൺസും ലിമിറ്റഡ് റിസോഴ്സസും ആയിട്ടുള്ള ഒരു പ്രോബ്ലം. നമ്മുടെ നീഡ്സ് അല്ലെങ്കിൽ വാൺസ് എന്ന് പറയുന്നത് എപ്പോഴും അൺലിമിറ്റഡ് ആണ്. ബട്ട് നമുക്ക് ആ വാൺസ് അല്ലെങ്കിൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ റോബിൻസ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അൺലിമിറ്റഡ് വാൺസും ലിമിറ്റഡ് റിസോഴ്സസും. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ചോയ്സ് മേക്ക് ചെയ്യണം. വി ഹാവ് ടു മേക്ക് ചോയ്സസ്. അപ്പൊ ആ ചോയ്സസ് ആണ് ഇവിടെ എന്താ പറയാ ഒരു ഇക്കോണമിയിൽ ഡിസിഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇതാണ് ലാനൽ റോബിൻസിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നിന്ന് പോവാൻ നമുക്ക്. എവറി സൊസൈറ്റി ഫേസസ് എ പ്രോബ്ലം ഓഫ് സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ്. എല്ലാ ഇക്കോണമിയും ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്, സ്കാർസിറ്റി പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനെ ലീഡ് ചെയ്തിട്ടാണ് പ്രോബ്ലം ഓഫ് ചോയ്സ് അറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് ചോയ്സ് ആണ്. എന്തെടുക്കും, എന്ത് ഡിസൈഡ് ചെയ്യും എന്നുള്ളതാണ് ഒരു ഇക്കോണമിയുടെ ഒരു സെൻട്രൽ പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇക്കണോമിക് പ്രോബ്ലം, മെയിൻ റീസൺ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം അറൈസ് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളും എവിടെ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്നത്? നമ്മുടെ ലാനൽ റോബിൻസിന്റെ ഡെഫിനിഷനിൽ നിന്നാണ് ഈ 3 കാര്യങ്ങളും ഡിറൈവ് ചെയ്തേക്കുന്നത്. അതായത് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, നീഡ്സ് അൺലിമിറ്റഡ് ആണ്. ആൻഡ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദീസ് വാണ്ട്സ് ആർ സ്കേഴ്സ്. അതായത് നമ്മുടെ ലിമിറ്റഡ് മീൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലിമിറ്റഡ് മീൻസ് എന്ന് പറയുമ്പോഴേക്കും റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദീസ് വാണ്ട്സ് ആർ സ്കേഴ്സ്. ആൻഡ് അതോടൊപ്പം തന്നെ സ്കേഴ്സ് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ റോബിൻസിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ്. സ്കേഴ്സ് മീൻസ് എന്ന് പറയുന്നത് റിസോഴ്സസ് ആർ
resources to satisfy these wants are scarce and which have alternative uses. അതായത് resources have alternative uses. Human wants are unlimited. അതായത് ends, relationship between ends and scarce mean ends എന്ന് പറയുന്നതാണ് ഇവിടെ wants അല്ലെങ്കിൽ needs എന്ന് പറയുന്നത്. അപ്പൊ needs unlimited ആണ് ആൻഡ് അതേപോലെ തന്നെ means എന്ന് പറഞ്ഞ റിസോഴ്സസ് scarce ആണ് ആൻഡ് ഈ scarce റിസോഴ്സസിന് alternative uses ഉണ്ട്. ഇതാണ് ലാൻഡ് റോബിൻസിന്റെ ഡെഫിനിഷൻ. ഈ ഒരു ഡെഫിനിഷൻ ആണ് എക്കണോമിക് പ്രോബ്ലത്തിന്റെ മെയിൻ റീസൺ. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്താണ്, നമുക്ക് ചോയ്സ് എടുക്കണം. പ്രോബ്ലം ഓഫ് ചോയ്സ് അറൈസ് ചെയ്യും. എന്ത് ചൂസ് ചെയ്യണം, ഏത് ഡിസൈഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലോട്ട് നമ്മൾ എത്തും. സോ ഏതൊരു എക്കോണമിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സെൻട്രൽ പ്രോബ്ലം ഓഫ് ഇക്കോണമി എന്ന് പറയുന്നത് ഈ 3 ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇത് 3ആണ് ഒരു എക്കോണമിനെ സംബന്ധിച്ച് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് പറയുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. Now what is produced and in what quantity? First problem, what to produce. For every society has to decide on how much of each of many possible goods and services it will produce. എല്ലാ സൊസൈറ്റിയും ഹാസ് ടു ഡിസൈഡ് എന്തോരമാണ് അവർക്ക് പോസിബിൾ ആവുന്നത്, എത്ര ഗുഡ്സ് അവർക്ക് പോസിബിൾ ആണ് ആൻഡ് എത്ര സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ആൻഡ് അവർക്ക് ഡിസൈഡ് ചെയ്യണം എന്തിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ് അല്ലെ, സ്കേഴ്സ് റിസോഴ്സസ് ആണ്. അപ്പൊ ആ സ്കേഴ്സ് റിസോഴ്സസിൽ നമുക്ക് എല്ലാം അറ്റ് എ ടൈം ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചിലപ്പോൾ ഫുഡ് ആയിരിക്കും ആവശ്യം, അല്ലെങ്കിൽ ക്ലോത്തിങ്, ഹൗസിങ്, അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സ് ആണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്പേസിനനുസരിച്ച് ഇപ്പോൾ അവിടെ ഒരു ആവറേജ് ഇൻകം ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെങ്കിൽ അവിടെ ലക്ഷറി ഗുഡ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് ദേ വോണ്ട് ഡിമാൻഡ് ദോസ് ഗുഡ്സ്. ലക്ഷറി ഗുഡ്സ് അവർ ചിലപ്പോൾ ഡിമാൻഡ് ചെയ്തില്ല എന്നിരിക്കും. അപ്പൊ ആ ഒരു ഏരിയയിൽ പോയിട്ട് ലക്ഷറി ഗുഡ്സിന്റെ ഒരു ഷോറൂം അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സിന്റെ ഒരു ഷോപ്പ് പോയിട്ട് കഴിഞ്ഞാൽ അവിടെ ആ ഗുഡ്സ് ചെലവാകത്തില്ല. സോ ആ ഒരു ഏരിയയിൽ കൂടുതൽ ലക്ഷറി ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. മേ ബി അവർക്ക് നീഡഡ് ആയിട്ടുള്ള ക്ലോത്തിങ് അല്ലെങ്കിൽ ഫുഡ് ആയിരിക്കും അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്. സോ അവർ അതിൽ വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. സോ ദേ ഹാവ് ടു ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ അവരുടെ ലിമിറ്റഡ് റിസോഴ്സസിൽ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏതിലാണെന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യണം. അല്ലെങ്കിൽ മോർ അഗ്രികൾച്ചർ ഗുഡ്സിലാണോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സിലാണോ അല്ലെങ്കിൽ സർവീസസിലാണോ അവർ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസ്ഡ് ഓൺ സൊസൈറ്റി അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ ഏരിയ ദേ ഡിസൈഡ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എവറി സൊസൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ദേ ഹാവ് ടു ഡിസൈഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്താലാണ് ഹൗ മച്ച് ഓഫ് ഈച്ച് ഓഫ് ദി മെനി പോസിബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സൊസൈറ്റി. ഓക്കെ, അപ്പൊ അതാണ് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി. ഓക്കെ, then എങ്ങനെയാണ് these goods are produced, how to produce. അതായത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. 2 രീതിയിലാണ് പ്രൊഡക്ഷൻ മെത്തേഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 2 പ്രൊഡക്ഷൻ ടെക്നിക്സ് ആണ് ഉള്ളത്. വൺ ഈസ് ലേബർ ഇന്റൻസീവ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നിക്. ലേബർ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക്സ് വിച്ച് യൂസ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ. അതായത് കൂടുതൽ മാൻമെയ്ഡ് വർക്ക്സ് അല്ലെങ്കിൽ മാനുവൽ പവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ടെക്നിക്കാണ് ലേബർ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നിക് എന്ന് പറയുന്നത്. അതായത് മെഷീൻസിന്റെ യൂസേജ് കുറവായിരിക്കും, എല്ലാം മാനുവലി അല്ലെങ്കിൽ ലേബേഴ്സ് ആയിരിക്കും ഈച്ച് ആൻഡ് എവറി സ്റ്റേജിലും ലേബേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ടാവും. അപ്പൊ അതാണ് ലേബർ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്കിൽ എന്താണ്? ദിസ് ടെക്നിക് യൂസ് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ. ലേബറിന്റെ യൂസ് കുറവായിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ലേബർ മെഷീൻസ് തന്നെ അല്ലെങ്കിൽ മെഷീനറി തന്നെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി ആക്ടിവിറ്റീസ് ടേക്ക് ഓവർ ചെയ്യണത്. മേ ബി ലേബറിന്റെ റിക്വയർമെന്റ് അവിടെ ജസ്റ്റ് ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ അലൈൻമെന്റ് ഒക്കെ ജസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് മാത്രമേ ലേബറിന്റെ ഒരു അസിസ്റ്റൻസ് അവിടെ ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ വർക്കും A to Z അത് കംപ്ലീറ്റ് ചെയ്യണത് മെഷീൻസ് തന്നെത്താനായിരിക്കും. അപ്പൊ അതാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നിക്ക്. ലേബർ മേ ബി ആ മെഷീന്റെ വർക്കിംഗ് കണ്ടീഷന് വേണ്ടി മേ ബി ഒരു 2 to 3 അല്ലെങ്കിൽ 4 to 5 ലേബേഴ്സിന്റെ റിക്വയർമെന്റ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി എൻറ്റയർ പ്രോസസ് ഇസ് ഡൺ ബൈ ദി മെഷീൻ ഇറ്റ്സെൽഫ്. നേരെ മറിച്ച് മറ്റേതിൽ എന്താണ്? ലേബർ ഇന്റൻസീവില് മെയിൻലി ലേബേഴ്സ് ആയിരിക്കും വർക്ക് ചെയ്യണത്. മേ ബി ഫ്രം സ്റ്റാർട്ടിങ് ടിൽ എൻഡ് വരെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വല്ല കേക്ക് മേക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു ട്രഡീഷണൽ വേയില് എല്ലാം തന്നെ എന്താ പറയുക ഹാൻഡ് മിക്സ് ചെയ്യുക, അത് സെറ്റ് ചെയ്യുക, അതെല്ലാം ലേബേഴ്സ് തന്നെയായിരിക്കും ഓരോ സ്റ്റേജിലും അത് ചെയ്യുന്നത്. ബട്ട് ഇൻ എന്താ പറയുക ഹൈലി ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ഏരിയാസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ എല്ലാം തന്നെ മെഷീൻസ് ആയിരിക്കും ചെയ്യണത്. മിക്സിങ്ങും
അതേപോലെ തന്നെ ഒരു ബേക്കറിയിൽ വരുന്നതും അതെല്ലാം എന്താ പറയുക മെഷീൻസ് തന്നെയായിരിക്കും എന്താ പറയുക ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് ഓഫ് ടെക്നിക്സ് റിലേറ്റഡ് ടു ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത്. അപ്പോൾ ഇക്കോണമി ഡിസൈഡ് ചെയ്യണം അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ടെക്നോളജി അഡോപ്റ്റ് ചെയ്തതിലാണ് ഏത് ടെക്നോളജിയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ദി ഇക്കോണമി ഹാസ് ടു ഡിസൈഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്നോളജീസ് ഷുഡ് ബി അഡോപ്റ്റഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ, ഇപ്പോൾ ആ ഒരു ഏരിയയിൽ കൂടുതൽ ലേബേഴ്സ് ഉണ്ട്, കൂടുതൽ പേര് അൺഎംപ്ലോയ്മെന്റ് ആണ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ലേബർ ഇന്റൻസീവ് അഡോപ്റ്റ് ചെയ്യാം. നേരെ മറിച്ച് അവിടെ എന്താ പറയുക ഒരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, അവരുടെ ഹൈലി ടെക്നോളജൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അവിടെ ലേബേഴ്സിന്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നിക്കിലോട്ട് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ ഇക്കോണമി ഡിസൈഡ് ചെയ്യണം വിച്ച് ഓഫ് ദി അവൈലബിൾ ടെക്നോളജി ഷുഡ് ബി അഡോപ്റ്റഡ്. ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏത് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് എന്താ പറയുക ഇക്കോണമി ഹാസ് ടു ഡിസൈഡ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഫോർ ഹൂം ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ആർക്കാണ് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണത്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഇത് ഡീൽ ചെയ്യണമെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം ആണ്. നമ്മളിപ്പോ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്തു, അപ്പൊ ആ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണതിന് എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻവോൾവ് ആണ്. എന്താ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിൽ ഇൻവോൾവ് ആകുന്ന മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വി നീഡ് ലാൻഡ്, വി നീഡ് ലേബർ, വി നീഡ് ക്യാപിറ്റൽ, വി നീഡ് ഓർഗനൈസേഷൻ. അപ്പൊ ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ അതിൻ്റെതായിട്ടുള്ള റിവാർഡ് നമ്മൾ കൊടുക്കും അല്ലെ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് അതിൻ്റെതായിട്ടുള്ള റിവാർഡ് എന്ന് പറയുമ്പോഴേക്കും ലാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരുന്നത്? ഫാക്ടർ റിവാർഡ് വരുന്നത് റെന്റ് ആണ്. For labor we are getting wages, for capital we are getting interest, for organization we are getting profit. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിവാർഡ്സും വരുന്നുണ്ട്. റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ റിവാർഡ്സും വരുന്നുണ്ട്. അപ്പൊ ഈ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളത് ഈസ് എ പ്രോബ്ലം റിലേറ്റഡ് ടു ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം ആണ്. അപ്പൊ ഇതാണ് ഫോർ ഹൂം ടു ദിസ് ഫോർ ഹൂം ആർ ദിസ് ഗുഡ്സ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റഡ് ടു ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം. അപ്പൊ കളക്റ്റീവ്ലി ഈ മൂന്നും കൂടി കളക്റ്റീവ്ലി ആണ് പറയുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദി ഇക്കോണമി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതിനെ കളക്റ്റീവ്ലി പറയുന്ന ഒരു പേരാണ് പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. Thus, simply the allocation of scarce resources and the distribution of final goods and services are the central problem of an economy. ഒരു ഇക്കോണമിനെ സംബന്ധിച്ച് ദ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് സിംപ്ലി ഈ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഇങ്ങനെയാണ് നമുക്ക് റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് ലാൻഡ് റോബിൻസിന്റെ ഡെഫിനിഷൻ വഴി അറിയാം അത് ലിമിറ്റഡ് ആണെന്നുള്ളത്. അപ്പൊ ആ ലിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെയാണ് അത് എന്താ പറയാ അലോക്കേറ്റ് ചെയ്യുന്നത്, അതാണ് മെയിൻലി നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, കളക്റ്റീവ്ലി ഇതിനെയാണ് അലോക്കേഷൻ ഓഫ് പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതാണ് ഓരോ ഇക്കോണമിനെ സംബന്ധിച്ചിട്ടുള്ള സെൻട്രൽ പ്രോബ്ലം ഓഫ് ദി ഇക്കോണമി എന്ന് പറയുന്നത്. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു കോർ കണ്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് അലോങ് വിത്ത് ദിസ് നമുക്ക് നെക്സ്റ്റ് ഒരു ഇക്കണോമിക് സിസ്റ്റത്തിനെ പറ്റി നമുക്ക് നോക്കാം. എക്കണോമിക് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും മെയിൻലി മൂന്നായിട്ടാണ് നമുക്ക് ഇക്കണോമിക് സിസ്റ്റം കാണാൻ പറ്റുന്നത്. അതായത് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഇക്കോണമിയാണ്. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ബൈ പ്രൈവറ്റ് സെക്ടേഴ്സ്. ഒരു ക്യാപിറ്റലിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രമാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത്. അതാണ് മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ മെയിൻ പേർപ്പസ് അല്ലെങ്കിൽ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ്. ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, ഇപ്പൊ നിങ്ങളൊരു ഫേം ഓൺ ചെയ്യുന്നു, ഫേം നിങ്ങൾ റൺ ചെയ്യുന്നു. അപ്പൊ നിങ്ങളൊരു ഫേം റൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മെയിൻ മോട്ടീവ് എന്തായിരിക്കും? അതിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുക അല്ലെ. അപ്പൊ മെയിൻ മോട്ടീവ് പ്രൈവറ്റ് സെക്ടർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ആൻഡ് പ്രൊഡക്ഷൻ ഈസ് ജനറലി ഗവേൺഡ് ബൈ പ്രൈസ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസത്തിന്റെ ബേസിലാണ് പ്രൊഡക്ഷൻ ഗവേൺ ചെയ്യുന്നത്. എന്തോരം പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഈസ് റൺ ബൈ പ്രൈസ് മെക്കാനിസം. ആൻഡ് കോമ്പറ്റീഷൻ അവിടെ എൻകറേജ് ആണ്, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കമ്പനീനെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിനെ പോലെ ഒരു നെക്സ്റ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് വന്നാൽ അവിടെ
കോമ്പറ്റീഷൻ ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ സെയിൽ വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഔട്ട്പുട്ട് വേണം എന്നുള്ളൊരു കോമ്പറ്റീഷൻ മെന്റാലിറ്റി ഉണ്ടാവും. അതാണ് മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യലിസം അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ബൈ പബ്ലിക് സെക്ടർ ആണ് അല്ലെ. അതായത് ഒരു NGO അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് അല്ല. ഇൻസ്റ്റെഡ് ഓഫ് പ്രോഫിറ്റ് അവർ മെയിൻലി മോട്ടീവായിട്ട് വെക്കുന്നത് വെൽഫെയർ ആണ്. മാക്സിമം വെൽഫെയർ കൊടുക്കുക, പബ്ലിക്കിനായിട്ട് മാക്സിമം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മാക്സിമം അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് മാക്സിമം അവരെ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് അവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് പ്രൊഡക്ഷൻ ഗവേൺ ചെയ്യുന്നത് പ്ലാനിങ് മെക്കാനിസത്തിന്റെ ബേസിസിലാണ് പ്രൊഡക്ഷൻ ഗവേൺഡ് ആണ്. മറ്റേതിൽ എന്തായിരുന്നു, ക്യാപിറ്റലിസ്റ്റിൽ ബേസ്ഡ് ഓൺ പ്രൈസ് മെക്കാനിസം ആയിരുന്നു, ഇതിൽ ബേസ്ഡ് ഓൺ പ്ലാനിങ് മെക്കാനിസം ആണ്. ആൻഡ് ഇവിടെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പബ്ലിക് സെക്ടർ റൺ ചെയ്യുന്ന KSRTC ആവട്ടെ, അവരുടെ എന്നൊക്കെ പറയുമ്പോഴേക്കും നോൺ പ്രോഫിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ ഇല്ല. അവര് ദേ ആർ നോട്ട് ഗോയിങ് ടു കോമ്പറ്റീറ്റ് വിത്ത് പ്രൈവറ്റ് ബസ് ആയിട്ട് അങ്ങനെയൊന്നും കോമ്പറ്റീഷൻ ഇല്ല. അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ റൺ ചെയ്യുന്നു. അവർക്ക് വേണ്ടത്ര റവന്യൂ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു മൈൻഡിൽ അവർ റൺ ചെയ്യാണ്. അപ്പോൾ മാക്സിമം അവരെന്താണ്, സർവീസ് ഓറിയന്റഡ് ആണ്, പ്രോഫിറ്റ് മോട്ടീവ് അല്ല, സർവീസ് ഓറിയന്റഡ് ആണ്. അവിടെ കോമ്പറ്റീഷനും ഇല്ല. നെക്സ്റ്റ് ഗ്രൂപ്പ് ഇസ് മിക്സഡ് ഇക്കോണമി. മിക്സഡ് ഇക്കോണമിയിൽ എന്താണ്, രണ്ടും കൂടി മിക്സഡ് ആണ്. ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം കൂടി മിക്സ് ആയിട്ടുള്ളതാണ് മിക്സഡ് ഇക്കോണമി. ആൻഡ് ഇൻ ദിസ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത്. ഒരു ഇന്ന സെക്ടർ മാത്രം എന്നുള്ള രീതിയിലല്ല. ക്യാപിറ്റലിസ്റ്റിൽ പ്രൈവറ്റ് സെക്ടർ മാത്രമായിരുന്നു, സോഷ്യലിസത്തിൽ പ്രൈവറ്റ് സെക്ടർ മാത്രമായിരുന്നു. ഇവിടെ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ദർ ഇസ് മോർ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ് ഇവിടെ ഉള്ളത്. മോർ ഗവൺമെന്റ് ഇന്റർവെൻഷൻ. മറ്റേതിനകത്ത് എന്ന് പറയുന്നത് വെൽഫെയർ മോട്ടീവ് ആണ്, മറ്റേത് പ്രോഫിറ്റ് മോട്ടീവ് ആണ്. ഇവിടെ മോർ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ് ഇവിടെ മിക്സഡ് ഇക്കോണമിയിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് പ്രൊഡക്ഷൻ ഇസ് ഗവേൺഡ് ബൈ ബോത്ത് പ്ലാനിങ് മെക്കാനിസം അതേപോലെ തന്നെ പ്രൈസ് മെക്കാനിസം. രണ്ടും കൂടിയാണ് പ്രൊഡക്ഷൻ മെക്കാനിസം ഗവേൺ ചെയ്യുന്നത്. ആൻഡ് അതേപോലെ തന്നെ കോമ്പറ്റീഷൻ ഇസ് എൻകറേജ്ഡ് വിത്ത് റെഗുലറൈസേഷൻ. അതായത് ഹൈലി കോമ്പറ്റീറ്റീവ് അല്ല, വിത്ത് റെഗുലറൈസേഷന്റെ കൂടെ തന്നെ ഒരു എന്താ പറയുക, ഒരു കൺട്രോളോട് കൂടെ ഒരു കോമ്പറ്റീഷൻ ഇവിടെ എൻകറേജ്ഡ് ആണ്. ഇതാണ് നമ്മുടെ ഇക്കോണമിയിൽ കാണാൻ സാധിക്കുന്ന ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സ്ഡ് ഇക്കോണമി. നമ്മുടെ ഇക്കോണമി ഫോളോ ചെയ്യുന്നത് തേർഡ് കാറ്റഗറി ആയിട്ടുള്ള മിക്സഡ് ഇക്കോണമിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പ്യൂർലി സോഷ്യലിസം അല്ല, പ്യൂർലി ക്യാപിറ്റലിസം അല്ല. വി ആർ ഫോളോയിങ് മിക്സഡ് ഇക്കോണമി. ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇക്കണോമിക് സിസ്റ്റം അതിന്റെ സൊല്യൂഷൻ, അതായത് എക്കണോമിക് പ്രോബ്ലം, നമ്മൾ കണ്ടേക്കുന്ന ഇക്കണോമിക് പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ ആണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ക്യാപിറ്റലിസം അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമിയിൽ എന്താണ്, എല്ലാ ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസും ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർക്കറ്റ് ആണ്. ഡിറ്റർമൈൻഡ് ബൈ ദ മാർക്കറ്റ് ത്രൂ ദി ആക്ഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അപ്പോൾ ഇൻ എ മാർക്കറ്റ് ഇക്കണോമിക് ഏജൻസ് ക്യാൻ ഫ്രീലി എക്സ്ചേഞ്ച് ദർ എൻഡോവ്മെന്റ്സ് ഓർ പ്രോഡക്ട്സ് വിത്ത് ഈച്ച് അതർ. ക്യാപിറ്റലിസത്തിന്റെ സ്പെഷ്യാലിറ്റി ഇതാണ് അല്ലെ. എക്കണോമിക് ആക്ടിവിറ്റീസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർക്കറ്റ് വഴിയാണ്. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ആക്ഷൻ വഴിയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് എക്കണോമിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള എക്കണോമിക് ഏജൻസ്. ദേ ക്യാൻ ഫ്രീലി എക്സ്ചേഞ്ച് ദർ എൻഡോവ്മെന്റ്സ് ഓഫ് പ്രോഡക്ട്സ് വിത്ത് ഈച്ച് അതർ. സെക്കൻഡ് വൺ, സോഷ്യലിസത്തിനകത്ത് എന്താണ്, ഇതിനകത്തും ഓൾ ഇമ്പോർട്ടന്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പ്ലാൻഡ് ബൈ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി. മാർക്കറ്റ് മെക്കാനിസം അല്ല, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ല. ഇൻസ്റ്റെഡ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ആണ് ഇവിടെ എക്കണോമിക് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ ആർ ടേക്കൺ ബൈ പ്ലാനിംഗ് അതോറിറ്റി. സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ആണ്. സോഷ്യലിസത്തിന്റെ കേസിൽ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ആണ് ഡിസിഷൻസ് എടുക്കുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് മിക്സഡ് ഇക്കോണമി എന്താണ്, ഡിസിഷൻസ് എടുക്കുന്നത് ബോത്ത് പ്രൈസ് മെക്കാനിസം ആൻഡ് സെൻട്രൽ പ്ലാനിംഗ് ഒക്കെ. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഡിറ്റർമിനേഷൻ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ സെൻട്രൽ പ്ലാനിംഗ്, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള എക്കണോമിക് ഡിസിഷൻസ് ആണ് മിക്സഡ് എക്കോണമിയിലേക്ക്. ഇതാണ് സൊല്യൂഷൻ ടു ഇക്കണോമിക് പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഓരോ ഇക്കണോമിക് സിസ്റ്റത്തിലും ഉള്ള സൊല്യൂഷൻ. ക്യാപിറ്റലിസത്തിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മെക്കാനിസം, പ്രൈസ് മെക്കാനിസം വഴിയായിട്ടാണ് എക്കണോമിക് ഡിസിഷൻ ടേക്ക് ഓവർ ചെയ്യുന്നത്. സോഷ്യലിസത്തിനകത്ത് പ്ലാനിംഗ് അതോറിറ്റി, സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ആണ് ഡിസിഷൻസ് എടുക്കുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് മിക്സഡ് ഇക്കോണമി എന്താണ്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇക്കണോമിക് ഡിസിഷൻസ് ടേക്ക് ചെയ്യുന്നത്. പ്രൈസ് മെക്കാനിസം ആസ് വെൽ ആസ് സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി അല്ലെങ്കിൽ സെൻട്രൽ എക്കണോമിക് പ്ലാനിംഗ് കൂടി ഡിസൈഡ് ചെയ്തിട്ടാണ് എക്കണോമിക് ഡിസിഷൻസ് ഡിസൈഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് നമ്മളുടെ PPF, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറും അതേപോലെ തന്നെ
മൈക്രോ മാക്രോ എക്കണോമിക്സും നോർമേറ്റീവ് പോസിറ്റീവ് എക്കണോമിക്സും എന്താണെന്നുള്ളതെല്ലാം നോക്കുക. ഓക്കെ, സോ താങ്ക് യു.